സിഹിർ ഉണ്ടോ എന്നും അത് എങ്ങനെ ആളുകൾ ചെയ്യണതെന്നും നമ്മൾ പറഞ്ഞു. ഈ സിഹിർ ബാധിച്ച ആൾക്ക് എന്തെല്ലാം പ്രയാസങ്ങളാണ് വരുന്നത്, പ്രോബ്ലംസ് എന്തെല്ലാം മാറ്റങ്ങളാണ് അവർക്ക് ലൈഫിൽ കാണപ്പെടുന്നത്. അതായത് സിഹിർ ബാധിച്ച വ്യക്തി എന്തൊക്കെ അനുഭവിക്കുന്നു, അവനിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതെങ്ങനെ തിരിച്ചറിയാം, ഇതാണോ ചോദിക്കുന്നത്? ഓക്കെ, ഈ ഒരു നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ പ്രധാനമായും 3 കാരണങ്ങളാണ്. ഒന്ന് മാനസികമായിട്ടും, ഒന്ന് ശാരീരികമായിട്ടും, ഒന്ന് സാമ്പത്തികമായിട്ടും. ആദ്യം നമുക്ക് ശാരീരികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയാം. ഷിബിലി ഒരു വിശ്വാസിയാണോ? പിന്നല്ലാതെ, തീർച്ചയായും. ശക്തമായ ഒരു തലവേദന വന്ന ഷിബിലി എന്ത് ചെയ്യും? ഞാൻ ആദ്യം പോയിട്ട് ഡോക്ടറെ കാണിക്കും. ശരിയാണ്, നമ്മളൊരു തലവേദന വന്ന ആദ്യം ഡോക്ടറെ കാണിക്കും അല്ലേ? ഓക്കെ, ആ ഡോക്ടർ നമ്മൾ എന്ത് ചെയ്യും? ഒരു തലവേദനക്കുള്ള ഒരു മരുന്ന് എഴുതി തരും. ആ മരുന്ന് കുടിച്ചു, ഒരു 3 ദിവസം കുടിച്ചു, ആ തലവേദന മാറുന്നില്ല. അതല്ലെങ്കിൽ മാറിയതിന് ശേഷം വീണ്ടും ആ തലവേദന വരുന്നു. അപ്പോൾ ഷിബിലി എന്ത് ചെയ്യും? ഞാനൊരു ന്യൂറോളജി ഡോക്ടറെ, തലയുടെ സ്പെഷ്യലിസ്റ്റ് ന്യൂറോളജി ഡോക്ടറെ കാണിക്കും. ആ ഡോക്ടർ ആദ്യം ചോദിക്കും, നിങ്ങൾ വേറെ ഡോക്ടറെ കാണിച്ചോ, മരുന്ന് കഴിച്ചോ എന്ന് ചോദിക്കും. അവർ തന്ന മരുന്നും ലിസ്റ്റൊക്കെ നോക്കി ഡോക്ടർ ആദ്യം ചെയ്യലെന്താ? നല്ലൊരു ടെസ്റ്റിന് എഴുതും അല്ലേ? നല്ലൊരു ടെസ്റ്റിന് എഴുതിയിട്ട് ആ ടെസ്റ്റൊക്കെ ചെയ്തു വരാൻ പറയും. ഷിബിലി ടെസ്റ്റൊക്കെ ചെയ്തു വന്നാൽ ഈ ടെസ്റ്റ് നോക്കുമ്പോൾ ഇതിൽ ഷിബിലിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. യാതൊരുവിധ പ്രശ്നം ഷിബിലിക്ക് ഇതിലില്ല. ഷിബിലി അനുഭവിക്കുന്നത് ഒരു രോഗമാണെങ്കിൽ ആ ഡോക്ടറെ കാണിക്കുമ്പോൾ അതിനൊരു മാറ്റം വരണം. അതല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഷിബിലിക്ക് വേണം. ഇത് ടെസ്റ്റിലും ഒന്നുമില്ല, ഡോക്ടർ നോക്കിയിട്ട് ഷിബിലിക്ക് ഒരു അസുഖമില്ല, എന്നാൽ ഷിബിലിക്ക് തലവേദനയുണ്ട്. ആ ഡോക്ടർ മരുന്ന് എഴുതുന്ന ഒരാഴ്ച കൂടെ അത് കുടിച്ചിട്ട് വരാൻ പറയുന്നു. ഒരാഴ്ച കുടിച്ചു, 2 ആഴ്ച കുടിച്ചു, ഡോക്ടർമാരെ മാറി മാറി കാണിച്ചിട്ടും ഷിബിലിക്ക് തലവേദന വിടുന്നില്ല എന്ന് മാത്രമല്ല, ദിവസം കൂടുന്തോറും ഈ തലവേദന കൂടി വരുന്നു. ഡോക്ടർമാരെ കാണിച്ചിട്ടൊരു മാറ്റമില്ല. അപ്പം നമ്മുടെ അടുത്തൊരു രോഗി വന്നാൽ നമ്മൾ ആദ്യം ചോദിക്കാറ് ഡോക്ടറെ കാണിച്ചു വന്നാൽ. ഒരു മെഡിക്കൽ സയൻസിലേക്കാണ് നമ്മൾ റെഫർ ചെയ്യാറ്. ആയുർവേദം, അലോപ്പതി, ഹോമിയോ, എന്തൊക്കെയുണ്ടോ ഇതിലൊക്കെ ചികിത്സ തേടിയിട്ടും ഒരു മാറ്റവും അവൻ്റെ അസുഖത്തിന് വരുന്നില്ല. അല്ലെങ്കിൽ മാറിയിട്ട് വീണ്ടും വീണ്ടും അവൻ പ്രയാസത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. അവിടം കൊണ്ട് ഒരു മാറ്റവും ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോഴേ നമ്മൾ ചിന്തിക്കേണ്ടുള്ളൂ, എനിക്കിനി വേറെ എന്തെങ്കിലും നെഗറ്റീവ് എനർജിയുടെ പ്രശ്നമുണ്ടോ? അവിടെയാണ് നമ്മുടെ ഈ പ്രശ്നം തുടക്കം കുറിക്കുന്നത്. ശാരീരികമായിട്ട് ഒരു മനുഷ്യനെ സിഹിർ ബാധിച്ചു കഴിഞ്ഞാൽ അവനിൽ ഉണ്ടാകുന്ന പ്രശ്നം ഇത് റൂട്ടിലൂടെ ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക.